മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മലയുണ്ട് കൊടികുത്തിമല. വളരെ മനോഹരമായൊരു പേരാണല്ല കൊടികുത്തിമല. ആരെങ്കിലും കൊടി കുത്തിയതാണോ ഇനി കുത്തിയ കൊടി മാറ്റിയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ വന്ന് ഞായറാഴ്ച ഉണ്ട്. ഞാൻ മാത്രമല്ല എൻ്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. പല ആളുകളും ഞായറാഴ്ച അവധി ആയതുകൊണ്ട് പല ഭാഗത്തു നിന്നായി വന്നിട്ടുണ്ട്. കാറിലും ബൈക്കിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വന്ന് ബൈക്കിൽ ഏറ്റവും നല്ല ബൈക്കിൽ വരുന്ന കേട്ടോ നല്ലത്. കാരണം വരുന്ന വഴിക്ക് ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഇതുവരെ ബൈക്കായാലും കാറായാലും അലൗഡ് ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കാറിൽ വരാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വരാട്ടെ. അതിനുശേഷം ഉള്ളിലോട്ട് കയറി ഒരാൾക്ക് 50 രൂപ. ഞാനും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. 100 രൂപ കൊടുത്തു. പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിലോട്ട് കയറി ഏകദേശം 2 മുതൽ 2.5 കിലോമീറ്ററോളം നടക്കാണ്. കൊടികുത്തിമലയുടെ മലയുടെ പേര് കേട്ടാൽ തന്നെ അറിയാലോ, മലയാണ് കയറേണ്ടി വരുന്നത്. അപ്പോൾ പ്രായമുള്ളവരും പിന്നെ അതുപോലെ തന്നെ കാൽമുട്ട് വേദനയുള്ളവരും കുട്ടികളൊക്കെ കഴിയുന്നത് നടത്ത ഒഴിവാക്കുന്നതായിരിക്കും. ഇങ്ങോട്ടുള്ള വരവ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി താല്പര്യമുള്ളവർക്ക് വരാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ഒരു കുപ്പി വെള്ളം കരുതുന്നത് നല്ലതാണ് കേട്ടോ. കാരണം കയറുന്ന ആവശ്യമൊന്നും പിന്നീടുണ്ടാവില്ല. കൊടികുത്തിമലയല്ല, മല ആയതുകൊണ്ട് കയറ്റം അത്യാവശ്യം കയറാണ്ട്. പോകുന്ന വഴിയിലെ വളരെ മനോഹരമായ കാഴ്ചയുണ്ട് കൊടികുത്തിമല നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്, സമ്മാനിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വന്ന് വൈകുന്നേരം 4 മണി 4:30 സമയത്താണ്. ഇവിടെ പ്രവേശിക്കാനുള്ള സമയം 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. 5 മണിക്ക് ശേഷം വന്നാൽ ചിലപ്പോൾ കയറ്റില്ലാന്ന് വരും. പിന്നെ അതുപോലെ തന്നെ തിങ്കളാഴ്ച അവധിയായിരിക്കും കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച അല്ലാത്ത ദിവസം വരിക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമ്മൾ കയറാൻ നോക്കിയിരുന്നു. സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് വേഗം സ്കൂട്ടായതാണ്. ഇറങ്ങുമ്പോൾ വിചാരിച്ചു കയറാമെന്ന്, പക്ഷേ സമയം കിട്ടിയില്ല. പോകുന്ന വഴിയിൽ നല്ല നല്ല സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. പക്ഷേ നമുക്ക് എല്ലാ സൈഡും നമുക്ക് മാക്സിമം എൻജോയ് ചെയ്ത് കാണാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചും കൂടി നേരത്തെ വന്ന് നിങ്ങൾക്ക് എല്ലാ സൈഡും കാണാം. കയറുന്ന എല്ലാ വഴിയിലും നമുക്ക് മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഒരു ചെറിയൊരു കുഞ്ഞു ചെക്കൻ കണ്ട അവിടെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നു. ഏകദേശം നമ്മൾ കൊടികുത്തിൻ്റെ ആ ഭാഗത്ത് സ്റ്റാർട്ടിങ്ങിന് മേലെ 2 കിലോമീറ്ററിന് മേലെ കയറാണ്ട്. ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് ആളുകൾ നടന്നു വരുന്നുണ്ട്. നല്ല കയറ്റാണ്. പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ ഒന്നും എന്തില്ല എത്തുന്നു. അങ്ങനെ ഒരുവിധം നടന്ന് അങ്ങനെ കൊടികുത്തിമലൻ്റെ എൻഡിങ് എത്താനായിട്ടാണ്. ആ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം എത്ര. അതുവരെ നിന്ന് നമ്മുടെ കാൽവേദന, മുട്ടുവേദന, എല്ലാ വേദനയും കയറി. ഇതിൻ്റെ മേലെ നമ്മൾ കയറണം. അപ്പോൾ നമ്മൾ ആ കൊടികുത്തിമല ഫുള്ളായി സ്പോട്ട് കവർ ചെയ്തു എന്നുള്ളത്. ഒരുപാട് പേര് ക്ഷീണം മാറ്റാൻ വേണ്ടി മേലെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ആ അതിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ ഈ ബിൽഡിങ് കയറാൻ തുടങ്ങിയിട്ടാ. ഞാൻ ഈ ചെറിയ സ്റ്റെപ്പുകൾ കാണുമ്പോഴേ ഞാൻ പണ്ട് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയത് ഓർമ്മ വരുന്നുണ്ട്. പല ആളുകളും അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അതിൽ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തിയിട്ടാ. വളരെ മനോഹരമായ ടൈൽസുകളൊക്കെ പതിച്ച് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിൻ്റെ മുന്നോട്ട് കടന്നു പോയാൽ നമുക്ക് വളരെ മനോഹരമായ ചെറിയ ചെറിയ കാടുകളാണ്. ആ വഴിയിലൂടെ ആളുകൾ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ചുറ്റുഭാഗത്ത് നോക്കി വളരെ മനോഹരമായ കോട നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് നേരം നമ്മൾ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ മുകളിലോട്ട് കണ്ടാ കയറിയത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഏറ്റവും മുകളിൽ നിന്നുള്ള വീഡിയോസ് ഉണ്ട്. ഒരുപാട് ആളുകൾ കണ്ടു കഴിഞ്ഞ് പോകുന്നവരും ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി വരുന്നവരും തൊട്ടടുത്ത് റെസ്റ്റ് എടുക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായി വിശാലമായൊരു കുന്നിൻ പ്രദേശവും അതുപോലെ തന്നെ നല്ല വ്യൂ പോയിന്റുകളാണ് കേട്ടോ നമ്മുടെ കൊടികുത്തിമല നമുക്ക് സമ്മാനിക്കുന്നത്. ബിൽഡിങ്ങിന്റെ ചുറ്റിൽ നോക്കിയ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ കൊടികുത്തിമലയിലുള്ളത്. നമ്മൾ ഒരുപാട് വീഡിയോസുകളും ഫോട്ടോസുകളും പിന്നെ പ്രകൃതിയിലെ വളരെ മനോഹരമായ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. കുറേ നേരം അവിടെ നോക്കി നിന്നു. പല ഭാഗത്തേക്കും പല ദിശയിലേക്കും നോക്കി വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെ കണ്ടു നിന്നിരുന്നു കൊടികുത്തിമലയിൽ. അതിനനുസരിച്ച് കോട നിറഞ്ഞിരിക്കുന്നു. ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരുപാട് ആളുകൾ ഇത് കണ്ട് ആസ്വദിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് വീഡിയോസും ഫോട്ടോസും എടുക്കുന്നത്. അതിൽ പല പ്രായത്തിലുള്ള ആളുകൾ എന്നുള്ളതാണ് അത്ഭുതം. അതിൽ പ്രായം ചെന്ന ഒരുപാട് ആളുകളുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ കൊടികുത്തിമല അവർക്കും സമ്മാനിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട് കണ്ടു കഴിഞ്ഞ് പോകുന്നു. അങ്ങനെ നമ്മളും അവിടെ നിന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ അടിഭാഗവും മുകൾ ഭാഗവും എല്ലാ ഭാഗവും ടൈൽസ് പതിച്ച് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. ഉള്ളിലോട്ട് ചെന്നപ്പോൾ മനസ്സിലായത് ഇവിടെ പാമ്പുകളുണ്ടെന്ന്. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് കൊടികുത്തിമലയിൽ ഇങ്ങനെയുള്ള സ്പോട്ടുകളിൽ പാമ്പിനെ കണ്ടതായിട്ടുള്ളത്. ഈ ചെറു കാട്ടിനുള്ളിലൂടെ നടക്കുമ്പോൾ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കണേ. എപ്പോഴും അറ്റാക്ക് പാമ്പിൻ്റെ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ ഒരുപാട് നേരം നമുക്ക് ഉള്ളിലോട്ട് നടന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് നടന്നു. അങ്ങനെ അവിടെ നിന്ന് വീഡിയോസുകളും ഫോട്ടോസുകളും എടുത്ത് കുറച്ച് അല്പം മാറിയിട്ട് നമ്മുടെ കൊടികുത്തിമലയുടെ ആ ബിൽഡിംഗ് കണ്ടോ. അവിടെ നിന്ന് ഞങ്ങളെല്ലാം വീഡിയോസും ഫോട്ടോസും എടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കാം. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ ഇതിലുള്ളത്. എങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവിടെ പ്രത്യേകമായി ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കൊടികുത്തിമലൻ്റെ ഈ ഭാഗത്ത് പാമ്പുകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത്. വളരെ മനോഹരമായ കാഴ്ചകൾ എല്ലാ ഭാഗത്തു നിന്നും എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാം. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം തിരിച്ചു പോകാം. ഏകദേശം 6 മണി സമയം. പോകുന്ന കുറച്ച് സ്പീഡിലാണ്. ഇറക്കായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ സ്പീഡിൽ നടന്നു പോകാൻ പറ്റും. വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ കൊടികുത്തിമലയോട് ബൈ പറഞ്ഞു.